and and B. A, B, C, D. So A for apple, B for ball, C for cat. അതല്ല നമ്മുടെ ABCD. നമ്മുടെ നേഴ്സസിന് പ്രത്യേകത ഉണ്ട് നമ്മുടെ ABCD. അതായത് A for airway, B for breathing, C for circulation, D for disability and E for exposure. ഇതാണ് നമ്മുടെ ABCD കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഫസ്റ്റ് എയർവേയിൽ എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളൊരു പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ തന്നെ ആ പേഷ്യന്റിന്റെ എയർവേ ക്ലിയർ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇങ്ങനെ ചുമച്ച് ബ്രീത്ത് എടുത്ത് കഷ്ടപ്പെടുന്ന ഒരു പേഷ്യൻ്റ് അടുത്ത് സംസാരിച്ച് നമുക്ക് അറിയാൻ പറ്റും ആ പേഷ്യന്റിന് എയർവേയിൽ എന്തോ ഒബ്സ്ട്രക്ഷനോ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അല്ല ഇതേപോലെ ഞാൻ സംസാരിക്കുന്ന പോലെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എയർവേ അതിലൊരു ബ്ലോക്കോ ഒന്നുമില്ല, ഓക്കെ ആണെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് എയർവേ നമുക്ക് അസസ് ചെയ്യാം. അത് ക്ലിയർ ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.